എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് യുജീനിയ തൈകളുണ്ട്. അത് വല്ലാണ്ട് വളർന്ന് വലുതായി അതിനെ കട്ട് ചെയ്ത് ഒതുക്കി വൃത്തിയാക്കി വയ്ക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. യുജീനിയ 2-3 തരത്തിലുണ്ട്. ഇത് വൈറ്റ് കളറിലുള്ള യുജീനിയാണ്. പിന്നെ തുമ്പ് നന്നായി ചുമപ്പാവുന്ന തരത്തിലുള്ള യുജീനിയ ഉണ്ട്. അപ്പോൾ ഇതിനെ ഞാനൊക്കെ നല്ല ഭംഗിയാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അതിൽ പുതിയ തളിര് വരുമ്പോൾ നല്ല ഭംഗിയാണ് യുജീനിയ വെട്ടി നിർത്തി കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി അതാണ് കേട്ടോ. യുജീനിയ വെട്ടി സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. എന്നത്തെയും പോലെ നമ്മുടെ കോണി എടുത്തിട്ട് ഞാൻ കയറിയിട്ടുണ്ട്. യുജീനിയകളെ കത്രിക കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഈ ചെറിയ കത്രിക എളുപ്പമാണ്. മറ്റേ വലിയ മരം വെട്ടുന്ന കത്രിക എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് തളിരാകുമ്പോൾ നമുക്ക് വെട്ടാൻ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് കത്രികയുടെ തുമ്പുകൊണ്ട് നന്നായി വെട്ടി ഒതുക്കുന്നുണ്ട്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാലോ ഞാൻ അത്യാവശ്യം മുടിയും വെട്ടാറുണ്ടെന്ന്. കുട്ടികളെ ബാർബർ ഷോപ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാൻ കൂടെ ഇരിക്കാറുണ്ട് ചെറുതായിപ്പോൾ. അപ്പോൾ അവരുടെ മുടി വെട്ടുന്നതൊക്കെ കണ്ടിട്ട് ഞാൻ വെട്ടാറുണ്ട്. നമ്മുടെ കൊറോണ കാലത്ത് ഇവരുടെയൊക്കെ മുടി വെട്ടി കൊടുത്തിരിക്കുന്നത് ഞാനാണ് കേട്ടോ. പിന്നെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു ചെടിയാണ് ഈ യുജീനിയ. പക്ഷെ അതിങ്ങനെ വല്ലാണ്ട് വളർത്തി വലുതാക്കി വൃത്തികേടാക്കാതെ നന്നായി കട്ട് ചെയ്ത് ഭംഗിയാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഏത് ചെടിയാണെങ്കിലും അതെ, എന്ത് പേട്ട ചെടിയാണെങ്കിലും അതെ, അതിനെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഭംഗിയാക്കി നിർത്തി കഴിഞ്ഞാലുണ്ടാ അതിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ, എന്താ രസം. പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞ മാതിരിയാണ്. അവർ നന്നായി ഒരുങ്ങിയൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാലുള്ള ഒരു ഭംഗിയുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഈ ചെടികളെയൊക്കെ വെട്ടി ഒതുക്കി വൃത്തിയാക്കിയ. അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കൊരു കിളിക്കൂട് കിട്ടിയിരുന്നു. പക്ഷേ കിളിയൊന്നും ഉണ്ടായിരുന്നില്ല, ഒക്കെ പറന്നു പോയിരുന്നു. ഇതിൽ ഗാർഡൻ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ മരത്തിൻ്റെ ഉള്ളിലും ഒക്കെ ചെറിയ 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 കുരുവികൾ വന്ന് കൂട് കൂട്ടാറുണ്ട്. ചിലപ്പോൾ അവറ്റയുടെ കുഞ്ഞുങ്ങളെയൊക്കെ വിരിഞ്ഞ് പോവാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ പൂച്ചയുണ്ട് ഒരെണ്ണം, അത് ചാടിപ്പിടിച്ച് അവറ്റയൊക്കെ തിന്നാറുണ്ട് കേട്ടോ. അങ്ങനെ വെട്ടലൊക്കെ ഒരുവിധം കഴിഞ്ഞു. അപ്പോൾ പതിവ് പരിപാടിയുമായിട്ട് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ചൂലെടുത്തു, എല്ലാം കൂടി അടിച്ച് ഒതുക്കി അതിനെ കൊട്ടയിലാക്കി കൊണ്ട് കളയാനുള്ള ശ്രമമാണ്. എൻ്റെ മുടി കണ്ടിട്ട് നിങ്ങൾക്ക് എന്നെ ഒരു ഭ്രാന്തത്തിയായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം. ഇന്ന് മുടി സെറ്റ് ചെയ്യുന്ന ഒരു ക്രീം തേച്ചതാണ്. അത് തേച്ച് അങ്ങനെ എന്നെ കിടന്ന് ഉറങ്ങിപ്പോയി കുളി കഴിഞ്ഞിട്ട്. അപ്പോൾ അത് ഏതാണ്ട് ഈ രൂപത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം കൊട്ടയിലാക്കി ഞാൻ വൃത്തിയാക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. ഞങ്ങൾ വീട് പണിതപ്പോൾ ഇവിടെ മുഴുവൻ കോൺക്രീറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് ചെടി വയ്ക്കാനുള്ള ഒട്ടും സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് 2 സൈഡിലും ഇഷ്ടികയൊക്കെ വെച്ച് തന്ന് ഞങ്ങൾ ഉള്ളിൽ മണ്ണൊക്കെ ഇട്ട് വലിയ ചെടികൾ വെക്കാൻ വേണ്ടിയിട്ട് വേര് ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആ ചെടി വെച്ച ഭാഗം മാത്രം കോൺക്രീറ്റൊക്കെ പൊട്ടിച്ചിട്ടാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ള മണ്ണ് ഇട്ട് തരാൻ വേണ്ടിയിട്ട് എൻ്റെ മൂത്ത മോൻ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ എല്ലാത്തിനും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ യുജീനിയയുടെ വേസ്റ്റൊക്കെ കോരി കൊട്ടയിൽ കൊണ്ടിടുകയാണ്. പിന്നെ ഗാർഡനിൽ ഇത്തിരി സ്ഥലമുള്ളൂ വെച്ചാലും അതിൽ എനിക്ക് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ, ഇപ്പോൾ നമ്മുടെ കൂണ് പോലത്തെയും ബുദ്ധൻ്റെ പ്രതിമയും അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വിലക്കുറവിന് വലിയ വിലയുടെ സാധനങ്ങളൊന്നും ഞാൻ വാങ്ങി വയ്ക്കാറില്ല കേട്ടോ. ഞാൻ എന്ത് സാധനം വാങ്ങുമ്പോഴും നല്ലോണം ശ്രദ്ധിച്ച് കാശൊക്കെ നോക്കി വളരെ കുറവിനുള്ള കാര്യങ്ങളാണ് ഞാൻ സെറ്റ് ചെയ്യാറ്. അങ്ങനെ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. ഗാർഡൻ ഇഷ്ടമുള്ളവർക്ക് ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നല്ല ഫ്രീ ടൈം കിട്ടുന്ന ദിവസമാണെങ്കിൽ ഞാൻ വൈകുന്നേരം ശനി ഞായറൊക്കെ ഓരോ ധൂപമൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഞാൻ ഇവിടെ മാത്രമല്ല ബുദ്ധൻ്റെ അടുത്തും ധൂപമൊക്കെ കത്തിച്ച് വെച്ച് ഗാർഡനിൽ മുഴുവൻ നല്ല സുഗന്ധമാക്കിയിട്ട് ഞാനിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഏതോ ഒരു സ്വർഗത്തിലാണെന്നുള്ളൊരു തോന്നലാണ് എനിക്ക്. അങ്ങനെ ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു സ്വർഗം തന്നെയാണ് കേട്ടോ. എനിക്കിത് ഒരു വലിയ സ്വർഗമാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഓരോ കാര്യങ്ങളുടെ ഇടയിൽ കൂടെ നമുക്ക് നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സംതൃപ്തി ഉണ്ടല്ലോ. ഓരോ ദിവസവും രാവിലെ നനയ്ക്കാൻ പോകുമ്പോഴും എപ്പോഴും ഇതിൽ കൂടെ നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര സംതൃപ്തിയാണ്. കാരണം ഇതെൻ്റെ മാത്രം അധ്വാനമാണ്. ഞാൻ എന്താ പറയുക, 24 മണിക്കൂറും ചെടി നനയ്ക്കാനായാലും ഞാൻ ആരെ ഏൽപ്പിക്കാറില്ല. കാരണം അതിൻ്റെ സന്തോഷം കൂടിയും എനിക്ക് പോകണ്ടെന്ന് കരുതിയിട്ട് ഇത് ചെയ്യാറ്. ഇതൊരു നടരാജൻ്റെ വിഗ്രഹമാണ് കേട്ടോ. വിഗ്രഹമൊന്നുമല്ല, കോൺക്രീറ്റിൽ ചെയ്തതാണ്. അത് മതിലിൻ്റെ ഇനി മറ്റു ഭാഗങ്ങളിൽ അതുപോലത്തെയൊക്കെ വെക്കണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിരിക്കുന്നത്. ഇതുകൂടാതെ അടുത്തതായിട്ട് നിങ്ങൾക്ക് ഒരു പാത്ത് വേ ഒരുക്കുന്ന ഒരു വീഡിയോ ആയിട്ടൊക്കെ ഞാൻ വരാം. അപ്പോൾ ഗാർഡനൊക്കെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. യുജീനിയൊക്കെ വെട്ടി നിർത്തിയിട്ടുണ്ട്. എല്ലാം ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി
ഒരു ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നത് കൂടി ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചെടികൾ മാത്രമല്ല, അത്യാവശ്യം പാചകവും എനിക്കറിയാമെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണ്ടേ. അപ്പോൾ ഇനി നമുക്ക് ക്യാരറ്റ് ഹൽവയുടെ കാര്യത്തിലേക്ക് പോവാം. ക്യാരറ്റ് ഹൽവ വളരെ സിമ്പിളാണ്. വേറെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ക്യാരറ്റ് വൃത്തിയാക്കി എടുക്കുക, ചീകി എടുക്കുക, നല്ലോണം നെയ്യിൽ അതൊന്ന് വലിയിച്ചെടുക്കുക. അതിനുശേഷം മിൽക്ക് മെയ്ഡ് ചേർത്ത് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് വെള്ളം വറ്റി വന്ന് നെയ്യ് തെളിയണ വരെ എടുക്കുക. എത്രയേ ഉള്ളൂ. പക്ഷെ പണ്ട് ഞാനൊരു പരസ്യത്തിൽ കണ്ടിട്ടുണ്ട്, ഹോക്കിൻസ് ഫ്യൂച്ചൂറ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് വന്നപ്പോൾ ചോദിച്ചത് ക്യാരറ്റ് ഹൽവ. ഹോക്കിൻസ് ഫ്യൂച്ചർ ഉണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്, ഹോക്കിൻസ് ഉള്ളത് കൊണ്ട് അവർ നല്ല ഭംഗിയായിട്ട് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയത്. പിന്നീട് പാചകത്തിലേക്ക് ഇറങ്ങിയപ്പോഴല്ലേ അറിയുന്നത് ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ 2 ആവി കൊണ്ട് വേവുന്നൊരു സാധനമാണ്, അതിന് ഹോക്കിൻസിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന്. ഇത്തരം പരസ്യങ്ങളൊക്കെ നമ്മളെ വിഡ്ഢികളാക്കാമെന്നല്ലാതെ അല്ലേ, അതൊക്കെ കേട്ടിരിക്കുന്ന നമ്മളിതൊക്കെ വിശ്വസിക്കും. അപ്പോൾ ക്യാരറ്റൊക്കെ നെയ്യിൽ ഞാനത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് നേരം അടച്ച് അത് വെച്ച് വരുമ്പോഴേക്കും നന്നായി വെന്തു. അതിലേക്ക് കുറച്ചൊരു 80 രൂപയുടെ മിൽക്ക് മെയ്ഡിൻ്റെ പകുതി എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. പഞ്ചസാര കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് പഞ്ചസാര ഇടാം. പഞ്ചസാര ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, കുറവ് മധുരം മതി എന്ന് വെച്ചാൽ അങ്ങനെ, കൂടുതൽ മധുരം വേണമെന്ന് വെച്ചാൽ പഞ്ചസാര കൂട്ടിയെടുക്കാം. കുറച്ച് ബദാം അരിഞ്ഞ് അലങ്കരിച്ചിട്ടുണ്ട്. അത് ടേസ്റ്റ് നോക്കി ഞാൻ അടിപൊളിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരേക്കും ബായ്.